കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഒരു കൊറിയൻ ക്രൈം ത്രില്ലർ, ഒരു സൈക്കോ ക്രൈം ത്രില്ലർ മൂവിയാണ് ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സിനിമയുടെ നായിക ഒരു സൂപ്പർവൈസർ ആയിരിക്കും, ഒരു ബിൽഡിംഗ് സൂപ്പർവൈസർ ആയിരിക്കും. അപ്പം പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് താമസം മാറുകയാണ് നമ്മുടെ നായിക. അപ്പോൾ അവിടേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടാവും. അപ്പോൾ ആ ഒരു വാഷിംഗ് മെഷീൻ ആവശ്യമുണ്ടാവും. ആ വാഷിംഗ് മെഷീൻ ഇവര് സെക്കൻഡ് ഹാൻഡ് പിന്നെ സാധനങ്ങൾ കിട്ടുന്ന സൈറ്റിലൂടെ വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ വാങ്ങിക്കുന്ന സമയത്ത് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കും. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീന്റെ ഓണറെ തപ്പിപ്പിടിച്ച് പോവാണ് നമ്മുടെ നായിക. പക്ഷെ ഈ ഓണറോ, ഈ വാഷിംഗ് മെഷീന്റെ ശരിക്കുള്ള ഓണർ ശരിക്കും ഒരു സൈക്കോ ആയിരിക്കും. ആ ഒരു സംഭവമാണ് പിന്നീട് നായികയ്ക്ക് ഉണ്ടാവുന്ന ദുരനുഭവങ്ങളും നായിക അതിൽ നിന്ന് രക്ഷപ്പെടുമോ, ഈ സൈക്കോയെ പിടിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് കുറച്ചൊരു സ്ലോ ആയിരുന്നു എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് നമുക്ക് അത്രയും അങ്ങോട്ട് ക്ലിക്ക് ആവില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഒന്നും. പിന്നെ അങ്ങോട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ 51 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. ഏകദേശം ഒരു 1/2 മണിക്കൂർ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമ ട്രാക്കിൽ വീണെന്നുള്ളതാണ്. നമ്മളെ പിന്നെ എൻഗേജ് ചെയ്യിക്കും. പിന്നീട് എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഈ സിനിമ ഇങ്ങനെ കാണുന്ന സമയത്ത്. അവസാനം പിന്നെ ഈ വില്ലനെ പിടിക്കുമോ, നായിക കൊല്ലപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. ടാർഗറ്റ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സിനിമയാണ്. ടീം ഗോട്ടാണ് ഈ സിനിമയുടെ മലയാളം സബ് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. തുടക്കം വലിയ എൻഗേജിംഗ് ഒന്നും അല്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് റൂട്ടിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തരുന്നുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളത്. ഡിഫറെന്റ് ടൈം മേക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ആ ഒരു ക്ലീശ സംഭവങ്ങളൊക്കെ തന്നെയാണെങ്കിലും കുറച്ചൊരു വ്യത്യാസം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു പിന്നെ എന്താ പറയാ, ആ ഒരു സൈക്കോ ഏത് രീതിയിലും പല രീതിയിലും പരീക്ഷിക്കുന്നുണ്ട്. സൈക്കോകൾ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ സൈക്കോകൾ ഉണ്ടാവുന്നുള്ളത് അത് കൊറിയൻ സിനിമകളിൽ കണ്ടു തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീനും ആ ഒരു സൈക്കോയും അതാണ് ഈ ഒരു സിനിമ. നമ്മുടെ നായിക ടാർഗറ്റായി മാറുകയാണ്. നമ്മുടെ പിന്നെ സൈക്കോയുടെ ടാർഗറ്റായി മാറുകയാണ് നമ്മുടെ നായിക. അപ്പോൾ അതിൽ രക്ഷപ്പെടുന്നുള്ള കാര്യങ്ങളാണ്. നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പിന്നെ ക്യാരക്ടേഴ്സ് സിനിമയിലുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കാവുന്ന സിനിമയാണ്. അമിത പ്രതീക്ഷ ഇല്ലാതെ കാണുകയാണെങ്കിൽ നല്ലൊരു അനുഭവമായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതാണ് ടാർഗറ്റ് എന്ന സിനിമ. ഞാനും അങ്ങനെയാണ് കണ്ടത്. വലിയൊരു സംഭവം ആയിരിക്കില്ല, എന്തായാലും കണ്ടു നോക്കാം. ഒരു സൈക്കോ മൂവി അല്ലേ, കണ്ടു നോക്കാം എന്നുള്ള രീതിയിൽ കണ്ടതാണ്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് വൺ ആണ് സംഭവം. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. ടാർഗറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.